വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കണമെങ്കിൽ പറ്റുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്തുണ്ടായിന്ന് വെച്ചാൽ ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ജപമാല റാലിക്ക് വന്ന് പങ്കെടുക്കുക ഈ കാലുവേദന മാറിയ മാതാവേ. ആ കൊല്ലം തന്നെ ഒക്ടോബർ ആകുമ്പോഴേക്കും എൻ്റെ കാലുവേദന മാറി. ഞാൻ ജപമാല റാലിക്ക് വന്നു. ഒരു കുഴപ്പം എനിക്കുണ്ടായില്ല. കഴിഞ്ഞ വർഷം ഞാൻ ജപമാല റാലിക്ക് വന്നു. പിറ്റേ ദിവസം കൂളായിട്ട് ഞാൻ ജോലിക്ക് പോയി. ഒരു വേദന എനിക്കുണ്ടായില്ല. അങ്ങനെ ഇനിയുണ്ട് കുറേ അത്ഭുതങ്ങൾ. മോന് ജോലി കിട്ടി, ക്യാമ്പസ് സെലക്ഷൻ കിട്ടി. ആളത്ര ബ്രൈറ്റ് ഒന്നല്ല എൻ്റെ മോൻ, ഒരു ആവറേജ് കുട്ടി. പക്ഷെ പഠിക്കുമ്പോൾ തന്നെ മോനെ ക്യാമ്പസ് സെലക്ഷൻ കിട്ടി. ഞാൻ ഡേറ്റ് വെച്ച് മോൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. മോൾക്കൊരു സ്കൂളിൽ ഡെയിലി വേജസ് ആയിട്ട് DDയിൽ നിന്നൊരു ജോലിയും കിട്ടി. എല്ലാ കാര്യങ്ങളും അച്ഛൻ പറഞ്ഞ പോലെ, ജോസഫ് അച്ഛൻ പറഞ്ഞ പോലെ, ചേച്ചി വിചാരിക്കുന്ന പോലെ തന്നെ നടക്കും എന്നൊരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നു. ഇതുവരെ നടന്നിട്ടുണ്ട്, ഇനിയും നടക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഞാൻ ജീവകാരുണ്യ പ്രവർത്തി